RCB വേഴ്സസ് SRH റിവ്യൂ. കളി കഴിഞ്ഞിട്ടുള്ളപ്പോൾ തന്നെ അപ്പോൾ സിമ്പിളായിട്ട് RCB ജയിച്ചു. നമ്മുടെ പ്രവചനം RCB ജയിക്കുന്നത് തന്നെയായിരുന്നു. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തിളങ്ങിയ താരങ്ങളൊന്ന് പറയാം. ഇന്നത്തെ കളിയിൽ ഇഷാൻ കിഷൻ നന്നായി ബാറ്റ് ചെയ്തു, സമ്മതിച്ചു കൊടുക്കണം. SRH ഒരു സമയത്ത് ശരിക്കും 3 വിക്കറ്റ് പവർ പ്ലേയിൽ നഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും ട്രാപ്പ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഇഷാൻ കിഷൻ നന്നായി ബാറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ടീമിലെത്തിച്ചു. പക്ഷേ അവിടെയും മിസ്റ്റേക്ക്. ഇഷാൻ കിഷൻ ബാറ്റിംഗ് മാത്രമേ ഫോമായിട്ടുള്ളൂ, ക്യാപ്റ്റൻസിയും ഭയങ്കര മോശമായിരുന്നു. DRS ഒക്കെ ചുമ്മാ വൈഡ് കോളിന് ഒരിക്കലും കിട്ടാത്ത കോളൊക്കെ എടുത്ത് സിമ്പിളായി വെറുതെ കളയാനാണ് നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻസി ഭയങ്കര മോശം. ബൗളിംഗ് ചേഞ്ച് ഒന്നും ഒട്ടും ആപ്റ്റ് ആവണില്ല. ചിലപ്പോൾ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ IPL ആണ്, സമയമില്ല. ഓരോ കളി ഇമ്പോർട്ടൻ്റ് ആണ്. 2 പോയിൻറ്റ് അതീവ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഇഷാൻ കിഷൻ ഓർത്താൻ നല്ലത്. പിന്നെ RCBയുടെ ബാറ്റിങ്ങിന് പറയുകയാണെങ്കിൽ RCBയുടെ ബാറ്റിംഗ് പറഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ കണ്ടിന്യൂവേഷൻ തന്നെ. ആരെങ്കിലുമൊക്കെ ഫോം ആവും, ആരും ഫോം ആവാണ്ടിരിക്കില്ല. കഴിഞ്ഞ കൊല്ലം സോൾട്ടാണ് അടിച്ചു പൊളിച്ചിരുന്നെങ്കിൽ ഈ വട്ടം ഒരു ചേഞ്ചിന് സോൾട്ടിൽ നിന്ന് ഫോം ഔട്ടായി. പക്ഷേ പകരം നമ്മുടെ സ്ഥിരം വിരാട് കോഹ്ലി, ചേസ് മാസ്റ്റർ, അതുപോലെ ഒപ്പം ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് തന്നെ ദേവദത്ത് പടിക്കലാണ്. പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് ഓവറോൾ IPL 127-128 സംതിങ് ഉള്ളൂ. പക്ഷേ ഇന്ന് പുള്ളി ബാറ്റ് ചെയ്ത രീതി 220+ സ്ട്രൈക്ക് റേറ്റ് തികച്ചും അസാമാന്യ പ്രകടനമായിരുന്നു. അടിപൊളിയായിരുന്നു കളി. ശരിക്കും എടുത്തു പറയേണ്ട ഒരു കളിയാണ് ഇന്ന് കളിച്ചായിരുന്നത് ദേവദത്ത് പടിക്കൽ. അവിടെയാണ് RCBയുടെ വിജയം സിമ്പിളായി വന്നത്. പിന്നെ അടുത്തതായി വന്ന രജത് പത്തിദാർ ക്യാപ്റ്റൻ ആസ് കൂൾ ആസ് എല്ലാ കൊല്ലത്തെ പോലെ വന്നു, അടിച്ചു, ആൾ പോയി. ആളൊരു ബോൾ പോലും വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ടിം ഡേവിഡൊക്കെ കൂടി കോഹ്ലി കളി ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. നല്ലൊരു മത്സരമായിരുന്നു. നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ RCB ജയിക്കുന്നത്. കാരണം ഇഷാൻ കിഷാൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസിയും ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ഇല്ലായ്മ ശരിക്കും അറിഞ്ഞിരുന്നു. SRHൻ്റെ എല്ലാ ഓവറോൾ പ്രകടനത്തിൽ കീപ്പിങ്ങും ഭയങ്കര മോശമായിരുന്നു ഇഷാൻ കിഷാൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചതാണ് ആക്ച്വലി. പക്ഷെ അവർ തിരിച്ചു വരും. നല്ലൊരു ടീമുണ്ട് അവർക്ക്. അവർ തിരിച്ചു വരുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബാക്കിയുള്ള കളികളിൽ അവർ തിരിച്ചെത്തേണ്ടതാണ്. പക്ഷെ അവർ ബൗളിങ് ഭയങ്കര വീക്കാണ് ഇന്നത്തെ കളിയിൽ നിന്ന് നമുക്കത് മനസ്സിലായത്. ഒരു എന്താ പറയുക, ഫാസ്റ്റ് ബോളേഴ്സായാലും ഒക്കെ ചെണ്ട ബോളേഴ്സാണ് അവർ ശരിക്കും പറഞ്ഞാൽ. മുമ്പത്തെ ചെണ്ടകൾ എന്നറിയപ്പെടുന്ന ഹർഷൽ പട്ടേൽ, ഉഞ്ഞൽക്കട്ടൊക്കെയാണ്. പക്ഷേ ഉഞ്ഞൽക്കട്ട് നന്നായി എറിഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരാരും ഒരു സപ്പോർട്ട് പോലും കൊടുക്കാണ്ടായിരുന്നില്ല. ഭയങ്കര മോശം കളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ RCB ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെയാണ് മിസ്റ്റേക്സ്. ഇതൊക്കെ ഓരോ ടീമും അവരോരോ മിസ്റ്റേക്സ്. അതുപോലെ RCBക്ക് എനിക്കൊരു മിസ്റ്റേക്കായി തോന്നിയത് അവർ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊക്കെ അവരടുത്ത കളിയാകുമ്പോഴേക്ക് റെഡിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ള കളികൾക്ക് പോകുമ്പോൾ ഓരോ ടീമുകളും നന്നായി മുന്നേറാൻ ശ്രമിക്കട്ടെ.